ഹലോ. അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടിലെ ഫസ്റ്റ് ഇഫ്താർ പാർട്ടിയാണ്. ഇഫ്താർ പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ ഉള്ള 3 ഗസ്റ്റ് ലോക്കൽസ് ആണെങ്കിലും നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടെന്ന്. ഞാനും ഉമ്മയും കൂടിയാണ് ആ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഇഫ്താർ പാർട്ടി വീഡിയോ ആണ്. സോ നമുക്ക് നമ്മുടെ ചില്ലി ചിക്കൻ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഉമ്മി ആകെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഉമ്മിയുടെ ചിക്കൻ കറിക്ക് എല്ലാം നല്ല പീസ് എടുത്തിട്ട് എന്റെ ചില്ലി ചിക്കന് പൊട്ട പീസുകൾ തരുന്നു. എനിക്ക് ആക്ച്വലി ചിക്കൻ തൊടാൻ കുറച്ചൊരു അറപ്പുണ്ട്. എന്നാലും നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത് ഗൈസ്. ഹൗ ടു മേക്ക് ചില്ലി ചിക്കൻ മലയാളം. ഞാനും ഹെൽപ്പിനുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ടെക്നിക്കലി എനിക്ക് ഉമ്മിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഉമ്മ എല്ലാം തന്നെ ചെയ്യാണ്. സോ സാഡ്. അപ്പൊ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, ടേസ്റ്റി. ഉമ്മ ഇതവിടെ ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾസ് ഒക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ കറിയും നമ്മളുടെ തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലോഡ് പാത്രമുണ്ട്. കട്ട്ലറ്റിനുള്ള സംഭവങ്ങൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കി അടുത്ത പണികളൊക്കെ എന്റെയാണ്. ഉമ്മിത ഇവിടെ ചില്ലി ചിക്കനുള്ള ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നന്നായിട്ട് കൈയൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ കട്ട്ലറ്റിനുള്ള ഷേപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. 3:30 സായി വരും. അതിനു മുന്നേ നമുക്കൊരു 50% പണി തീർക്കണം. കുട്ടിയെ നോക്കണ്ടപ്പോ ആര് നോക്കും? ഉമ്മി നോക്കോ? നമ്മുടെ കട്ട്ലറ്റ് അടുത്ത സ്റ്റേജിലേക്ക് എടുക്കുകയാണ്. ഉണ്ടാക്കി വെച്ച ഷേപ്സ് ഒക്കെ മുട്ടയിലൊക്കെ മുക്കി ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഞാൻ. അപ്പോഴേക്കും സായിനെ പിക്ക് ചെയ്യാറായി. സായിനെ അംഗനവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് തന്നെ വഴി ഞാൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി കുറച്ച് ഫ്രൂട്ട്സും പത്തിരിയൊക്കെ വാങ്ങി. അപ്പൊ നമ്മളുടെ ജ്യൂസ് സ്പെഷ്യലിസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് മുഖം കാണിക്കൂല. നിനക്ക് നോമ്പുണ്ടോ? നോമ്പ് തുറക്കാൻ അങ്ങനെ ചോദിച്ചിട്ടാ. നോമ്പുണ്ട്. പിന്നെ നമ്മളുടെ ഇന്ന് 2 ടൈപ്പ് ഓഫ് ജ്യൂസ് ആണ് ഈ കല്യാണ വീട്ടിലുള്ളത്. അപ്പൊ ഇത് നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കാം. ഇതാണ് എന്റെ ഫ്രൂട്ട് ബോക്സ്, അല്ല ഫ്രൂട്ട് ബാസ്ക്കറ്റ്. അങ്ങനെതാ നോമ്പ് തുറക്കണ സമയമായി. നാരങ്ങ വെള്ളവും ഡേറ്റ്സും വെച്ച് നോമ്പ് തുറന്നിട്ട് 2 ടൈപ്സ് ഓഫ് സ്നാക്സ് ആണ് ഉണ്ടായിരുന്നത്. സമൂസയും കട്ട്ലറ്റും പിന്നെ കുറച്ച് അധികം ഫ്രൂട്ട്സും. പൈനാപ്പിൾ ജ്യൂസ്, വാട്ടർമെലൺ ജ്യൂസ്, പിന്നെ നോമ്പ് കാലത്ത് മാത്രം ഉണ്ടാക്കുന്ന തരിക്കഞ്ഞി. തരിക്കഞ്ഞിക്ക് ഇവിടെ ഫാൻസ് കുറവാണ്, എന്നാലും മിക്ക ദിവസങ്ങളിൽ അത് ഉണ്ടാക്കാറുണ്ട്. ബാക്കി വന്ന ഫ്രൂട്ട്സ് ഒക്കെ ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിലേക്ക് തട്ടാണ്. നാളെ ഇത് തന്നെ നോമ്പ് തുറക്കാൻ നിരത്തി വെക്കാലോ. ഇങ്ങനെ ചെറിയ രീതിയിൽ നോമ്പൊക്കെ തുറന്ന് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വലിയ ഡിന്നർ കഴിക്കുക. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ ചെറിയ സ്നാക്സും ഫ്രൂട്ട്സും കഴിക്കുമ്പോഴേക്കും നമ്മുടെ വയറങ്ങ് നിറയും. നോമ്പ് തുറന്നു കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന ശൈലാബികം. ഇന്ന് നമ്മളുടെ ഫാമിലി ഇഫ്താർ ആയിരുന്നെങ്കിലും ഇതിന്റെ അകത്ത് കുറെ പേര് മിസ്സിംഗ് ആണ്. പപ്പ, പാത്തു, ആരിഫ് എല്ലാവരും. ഇതേപോലെ വേറെ റൂമിലും ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ആക്ച്വലി ഈ റൂം നമ്മളുടെ വീട്ടിലെ ഏറ്റവും നല്ല റൂമാ. ലൈക്ക് ഏറ്റവും വലിയ കോട്ടും ഏറ്റവും വലിയ ബെഡും AC ഒക്കെ ആദ്യം വെച്ച റൂമാണ്. അപ്പൊ ഈ റൂമാണ് നമ്മുടെ മണവാളൻ റൂം. അതായത് ആരുടെ ഹസ്ബൻഡ് ആണോ ഇപ്പൊ വീട്ടിലുള്ള അവർക്കായിരിക്കും ഈ റൂം എടുക്കാം. ഇപ്പൊ ആരിഫ് ഉണ്ടെങ്കിൽ പാത്തുവിന്റെ ആരിഫിന്റെ റൂമാണിത്. ജസീല വന്നേക്കണെങ്കിൽ എനിക്കും ജസീലിനും ഇവിടെ രാത്രി എടുക്കാം. അങ്ങനെ. പക്ഷെ ഇപ്പൊ നമുക്ക് ഫാമിലി നമ്മളുടെ ഉള്ള ഏറ്റവും ലാർജസ്റ്റ് ഫാമിലി, 4 മെമ്പേഴ്സ് ഉള്ള ഫാമിലി. അതുകൊണ്ട് ഈ റൂം അൺഒഫീഷ്യലി ഇപ്പൊ നമ്മുടെയാണ്. അതൊന്ന് നമ്മുടെ ഒന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫോട്ടോസ് ഇവിടെ കൊണ്ട് സ്ഥാപിച്ചേക്കുന്നത്. മാഷാഅല്ലാ ഹൈർ. ഇതാണ് ഏറ്റവും നമ്മളുടെ മാതൃകാ കുടുംബം. ഒരുമിച്ച് നിസ്കാരം കഴിഞ്ഞ് 2 പേരും ഇരുന്ന് ഓതായിരുന്നു അല്ലെ. മൈക്കിന്റെ അകത്ത് കയറി ഇരുന്ന് സംസാരിച്ചതിന് സോറി. എഡിറ്റ് ചെയ്യാൻ നേരത്ത് അത് എത്ര അരോചകമെന്ന് എനിക്ക് തന്നെ മനസ്സിലായേ. കമ്മിങ് ബാക്ക്, പിന്നെ ഞങ്ങളുടെ ഫാമിലി ടൈം ആയിരുന്നു.
എന്തോരം കഥകളും വിശേഷങ്ങളും എല്ലാവർക്കും പറയാനുണ്ടായിരുന്നേന്നറിയോ. ഈ സമയത്ത് ശരിക്കും പപ്പാനെയും പാത്തൂനെയും ആരിഫിനെയൊക്കെ നന്നായിട്ട് മിസ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഒരു 8:30-9 മണിയായപ്പോഴേക്കും എല്ലാവർക്കും വീണ്ടും വിശക്കാൻ തുടങ്ങി. ഡിന്നറിന് നമുക്ക് പത്തിരി, ചിക്കൻ കറി, ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ഇവിടെയൊക്കെ എല്ലാവരും പത്തിരിയുടെയും ചിക്കൻ കറിയുടെയും കൂടെ തേങ്ങാപ്പാലും കൂട്ടും. തേങ്ങാപ്പാലില് മുക്കിയ പത്തിരിയിലേക്ക് ചാറൊഴിച്ചിട്ടാണ് കഴിക്കുക. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ തന്നെയാണെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പൊ അത് അകത്ത് നല്ല ബഹളാണ്, അതാണ് ഞാൻ പുറത്ത് വന്ന് നിൽക്കുന്നത്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഒരു ഇഫ്താർ പാർട്ടി. സോ ദിസ് ഈസ് ദ റിയൽ കേരള സ്റ്റോറി. ഇഫ്താറൊക്കെ കഴിഞ്ഞു, നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഞങ്ങളിനി ഇവിടെ അമ്പലത്തിൽ പോകാൻ പോവാണ്. മണപ്പുറം, ആലുവ മണപ്പുറം, ശിവരാത്രി മണപ്പുറം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും വരണം, അത്ര അടിപൊളി സംഭവമാണ്. ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം അതിൻ്റെ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.